ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് വയ്ക്ക് കണ്ട ഒരു വീഡിയോ ആണിത്. പിന്നെ നെഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് കാഴ്ച ഞാൻ ആകെ സ്തംഭിച്ചു പോയി. തിളച്ച ചായ ആണോ ഇനി എന്താണെന്ന് അറിയില്ല. തിളച്ചതാണ് അടുപ്പത്ത് നിന്ന് എടുത്തിട്ട് ആ കുട്ടീനെ തലയെ കണ്ട് വയ്ക്കുന്നത്. ആ കുട്ടി എന്തോ ചോദിച്ചു ചെന്നതാണ്. ആ കിടന്ന് പൊരിയുന്ന രംഗം കണ്ടില്ല നിങ്ങള്? കുറച്ചു പോലും ആ നായക്ക്, നായ തന്നെ വിളിക്കണ്ടേ, കുറച്ചു പോലും ആ നായക്ക് ഒരു നായക്ക് എന്ന് പറയാൻ പറ്റില്ല, നായനെയും പറയാൻ പറ്റില്ല, നായക്കുണ്ട് അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഒരു മമത, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം. മനുഷ്യനാവണ്ടവൻ നായ ആവണ്ടവന്, നായല്ല അവന്. അതിക്കും എന്താ പറയാ, അതിലും അറപ്പുള്ള രീതിയിൽ പറയണവനെ. അവനൊക്കെ കണ്ടു നിൽക്കുന്ന ജനങ്ങളെ കണ്ടില്ല നിങ്ങള്? കണ്ടു നിൽക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് കൊടുക്കേണ്ട ഒന്നേ അല്ലേ? അപ്പൊ ആ സ്പോട്ട് കൊടുക്കും, ബാക്കി പിന്നെ വരുന്നോട് തെച്ച് കാണണോ? അപ്പൊ ഇതില് ആ മുടിനുള്ളിലാണ് മൊത്തം തിളച്ചെണ്ണ വെള്ളം കയറിയിരിക്കുന്നത്. അത് എന്നിട്ട് കിടന്നിട്ട് പുരിഞ്ഞ് കളിക്കണത്, അതും ഈ ചൂട് കാലല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരതാവട്ടെ, അവരാൻ്റെതാവട്ടെ, ആരാൻ്റെതാവട്ടെ, ചിലപ്പം അവന് പണിക്കാരനാവാം, അല്ല വേറെ എന്തെങ്കിലും. എന്താണല്ലേ ഈ ലോകത്ത് നടക്കുന്നത്? പല രംഗം. ഇപ്പൊ നാളിപ്പോ ഒരു സ്ത്രീന്റെ പട്ടാപ്പകല് കുറെ ബംഗാളികളാണെന്നോ യു പിക്കാരാണെന്നോ അറിയില്ല, അവര് ആ സ്ത്രീനെ കടന്നു പിടിക്കുന്നത്, മാറൊക്കെ പിടിക്കുന്നത് പട്ടാപ്പകല്. ആണുങ്ങൾ മൊത്തം നടന്നിട്ട് ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്നിട്ടാണ് ഈ ചെയ്യുന്നത്. ആ പെണ്ണിനെ സംരക്ഷിക്കാനോ അതിനെ എതിർക്കാനോ ആ സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അതിന്റെ ഒപ്പം 4 ആണുങ്ങൾ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ആണുങ്ങളാണ് ഈ പെണ്ണിനെ പിന്നാലെ വന്നിട്ട് ഇതാക്കുന്നത്. എന്നിട്ട് പറഞ്ഞാണ് സംരക്ഷണം, നമ്മളെ നമുക്ക് സ്ത്രീകൾക്ക് സംരക്ഷണം സ്വാതന്ത്ര്യം തരാൻ പോവാണെന്ന്. അങ്ങനെ ഇതൊക്കെ എന്ത് നമ്മളെ നാടനല്ലത്? എന്ത് ലോകാണിപ്പത്? എന്തൊക്കെ ഇപ്പൊ നമ്മൾ കാണണം? എങ്ങനെയാണ് നമ്മളെ മക്കളെ നമ്മൾ വിശ്വസിച്ചിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ പറഞ്ഞയക്കല്? എവിടെയെങ്കിലും ജോലിക്ക് പറഞ്ഞയക്കണം അമ്മമാരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചോക്ക്. എത്രയോ കുട്ടികളുണ്ട് അന്യനാട്ടിലൊക്കെ പോയിട്ട് ജീവിക്കുന്ന, ജോലി ചെയ്യുന്ന, പഠിക്കാൻ പോകുന്നതൊക്കെ ഉണ്ട്. പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇനിയുള്ള ഇനിയുള്ള കാലങ്ങൾ പ്രതികരണ ശേഷി പറ്റേ നഷ്ടപ്പെടും. നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികരിക്കാൻ വരുന്നവരെ നാവ് കെട്ടിയിടുന്ന രീതിയിലാണ് അവര് പറയുന്നത് തെറ്റെന്നും പറഞ്ഞിട്ട് അവരിട്ട് ക്രൂശിച്ചിട്ട് അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യത്തിന് അവരെ പറഞ്ഞു വരുമ്പോ അവരെ അടിച്ചമർത്തി അവരെ താത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക, അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ വന്ന് അവസാനം പ്രതികരിക്കാൻ ആരും ഇല്ലാതാവും. അപ്പൊ എന്താ, വീടാന്തോറും കേറിയിട്ട് ഇതേപോലെ ചെയ്യുന്നത് കണ്ട് നിൽക്കേണ്ടി വരും. മിണ്ടാതെ കുട്ടികളായാലും ഭർത്താവായാലും ഭാര്യ ആയാലും ഏത് രീതിയിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വായും മൂടിക്കെട്ടി കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ഒരു കാലഘട്ടം വരും. അത് പടുത്തന്നെ വരും. അധികം വൈകണ്ട, കണ്ടോളി നിങ്ങള്. ഇതുപോലെ പ്രതികരിക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ ജീവിതം ഇനിയുള്ള കാലഘട്ടമൊക്കെ പറയണ്ട, ഇത് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പറയണേ, എല്ലാവരും എവിടെ എന്ത് കാണുന്നുണ്ടോ അവിടെ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പ്രതികരിക്കണം. കണ്ണ് കൊണ്ടെങ്കിൽ കണ്ണുകൊണ്ട്, നാക്ക് കൊണ്ട്, കൈ കൊണ്ടാണെങ്കിൽ, എഴുത്ത് കൊണ്ടാണെങ്കിൽ, വാക്കുകൾ കൊണ്ടാണെങ്കിൽ, കമന്റ് കൊണ്ടാണെങ്കിൽ, ലൈക്ക് കൊണ്ടാണെങ്കിൽ, ഷെയർ കൊണ്ടാണെങ്കിൽ ഷെയർ കൊണ്ട് എതിർക്കുക. അത് വേണം. എതിർക്കേണ്ട കാര്യത്തിന് മാത്രം കേട്ടോ, അല്ലാത്ത നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല. പ്രതിരോധിക്കേണ്ട കാര്യത്തിന് നമ്മൾ പ്രതിരോധിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ മൂകായിട്ട് നിൽക്കുന്ന വിഡ്ഢികളാണ്. നമ്മളെ തലമുറ ഇനി അനുഭവിക്കേണ്ടത് നമ്മളെ മുണ്ടാൻ നിൽക്കുന്നത് കാരണമാണ്. നമ്മളെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനി വരുന്ന തലമുറയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എനിക്ക് ഭയങ്കര വിഷമായി പോയി. ഞാൻ 2-3 വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ ഒന്ന് റീൽസ് ചെയ്യാൻ വിചാരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോയതാണ്. എനിക്ക് മനസ്സ് ഇതായി പോയി. കാരണം നമുക്ക് നമ്മളെ കുട്ടികളായിട്ട് തോന്നും. എന്റെ പേരക്കുട്ടിയൊക്കെ പ്രായമുള്ളൂ. എന്റെ പേരക്കുട്ടിയാണെന്ന് വിചാരിച്ചു, പച്ചപ്പാവാണത്. അപ്പൊ അവനാണെന്ന് വിചാരിച്ചു പോയി. വിഷമം വന്നു. നായി പുഴുത്ത് ചാവും. പുഴുത്ത് ചാവും. ഇതേപോലെ ആരെങ്കിലും തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നീ ചാവും, തിളച്ച എണ്ണ തല കൂടെ ഒഴിച്ചിട്ട് നീ ചാവും. ഞാനാണ് പറഞ്ഞത്. ഇതുപോലെ പല അമ്മമാരും പല ആൾക്കാരും ഇത് കാണുന്നവർ വിഷമിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും.